ഫോണിലുള്ള നല്ല ക്ലിയർ നല്ല ക്ലിയർ പറഞ്ഞോളൂ. ഡാറ്റയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോ ഈ 20 വർഷമായിട്ടുള്ള ഈ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള സഞ്ചാരത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ആത്മീയതയെ കുറിച്ച് ഞാൻ സംസാരിക്കാം. അത് എത്രത്തോളം അത് ഞാൻ നിങ്ങൾക്ക് ഈ എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കി തരും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാഹചര്യത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. എന്നോട് എൻ്റെ സ്പോൺസർ പറഞ്ഞിട്ടുള്ളത്, ഷെയറിങ് ചെയ്യാൻ ഉള്ള അവസരത്തെ ഒരിക്കലും പാഴാക്കരുത്. ഷെയറിങ് ആണ് എൻ്റെ ആയുധം എന്ന് പറഞ്ഞു. ഒരു ഭടൻ യുദ്ധക്കളത്തില് എങ്ങനെ അദ്ദേഹത്തിന്റെ ആയുധങ്ങളെ ഉപയോഗിക്കുന്നു, അതുപോലെ മദ്യാസക്തി എന്ന രോഗത്തിന് തടഞ്ഞു നിർത്താനായിട്ടും അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധം തന്നെയാണ് ഷെയറിങ് എന്നാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളായിരിക്കാം. പക്ഷേ എനിക്കതിൽ അദ്ദേഹം പറഞ്ഞതിന് ശേഷം എനിക്കതിൽ വിശ്വാസം ഉണ്ടായി. ആ പറയുന്നത് ശരിയാണ്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഷെയറിങ് ചെയ്യുന്നത്. എനിക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടും എന്നെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെയറിങ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ എന്തോ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ച് എൻ്റെ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ച് എനിക്ക് മാത്രം അറിയാവുന്നതും നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യവും ഒന്നും അല്ല ഇവിടെ സംസാരിക്കുന്നത്. എനിക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലുള്ള നിങ്ങളിൽ പലരിൽ നിന്നും കിട്ടിയിട്ടുള്ള സന്ദേശം ഇന്ന് ഞാൻ വഴി ഈ മീറ്റിംഗിൽ ഷെയർ ചെയ്യപ്പെടുന്നു. അതിലൂടെ ഞാൻ കൂടുതൽ ഈ പ്രോഗ്രാമിനെ മനസ്സിലാക്കുന്നു. ഈ പ്രോഗ്രാം ചെയ്യുന്നു. ഈ പ്രോഗ്രാം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കുള്ള മോചനത്തിന്റെ പാതയിൽ ഞാൻ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടോടും ഒരു വിശ്വാസത്തോടും കൂടി തന്നെയാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാം തുടങ്ങിയ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തുടങ്ങിയ തന്നെ ഒരു ആത്മീയതയിലൂടെ തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇതിനെക്കുറിച്ച് മദ്യാസക്തി, ഇതിന്റെ രോഗാവസ്ഥ, ഇതിൽ പറയുന്ന ആത്മീയത നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. എന്താണ് എന്റെ പ്രശ്നം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സ്വയം മനസ്സിലാക്കുന്നത് തന്നെ വലിയൊരു കടമ്പയാണ്, അല്ലെങ്കിൽ വലിയൊരു യാഡ്സ്റ്റിക്കാണ് ഞാൻ പറയുകയാണെങ്കിൽ. എന്താ വെച്ചാല് അത്ര എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല ഇത് എന്ന് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് രാവിലെയും ഞാൻ കുറെ ആളുകളുമായിട്ട് സംസാരിച്ചു. ഇവിടെ ഒരാള് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇന്നലെ. ഇത് നമുക്ക് സ്ഥിരമായിട്ട് പോയി പ്രോഗ്രാമിലുള്ളവരെല്ലാവരും കേൾക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ആരോ നേരത്തെ ഷെയർ ചെയ്യുമ്പോഴും ഞാൻ കേട്ടു ആത്മഹത്യയെ കുറിച്ച് പറയുന്നു. ആത്മഹത്യക്ക് ഒരുങ്ങുന്നത് ഒരു മദ്യാസക്തന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവമായിട്ട് തന്നെയാണ് ഞാനും കണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെയുള്ളൊരു കുളത്തില് വീണു എന്ന് പറയുന്നു, ആത്മഹത്യക്ക് വേണ്ടി ചാടിയതാണെന്ന് പറഞ്ഞു. അതെന്തോ ആവട്ടെ. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, ഒരു കോൾ ഉണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോ അവിടെ ഈ
കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോ പല പല ആളുകളുടെ അഭിപ്രായവും അവരൊക്കെ നല്ല 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 മനുഷ്യരായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരു മനുഷ്യ സ്നേഹമുള്ള ആളുകളാണ്. പക്ഷെ അവരുടെ അഭിപ്രായം ഈ മദ്യം ഒരു പ്രശ്നമായത് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സാധിച്ചു. അവരാരും തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള രീതിയിൽ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നില്ല. അത് പറഞ്ഞാൽ പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഉത്തരവാദിത്വ പ്രതിജ്ഞയിൽ നമ്മൾ പറയുന്നത് ഈ സന്ദേശം കിട്ടാതെ ആരും മരിച്ചു പോകരുത് എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ടാസ്ക് വളരെ വലുതാണ്. തീർച്ചയായിട്ടും അതിന് ഒരു ആത്മീയത ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രോഗ്രാം ആൽക്കഹോളിക്സ് അനോണിമസ് ബില്ലും ബോബും 1935 കണ്ടുമുട്ടി ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ളൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മയൊക്കെ തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ ഡോക്ടർ സിൽക്വർത്ത് ഒരു ഘട്ടത്തില് ബില്ലിനോട് പറയുണ്ടായി. ബില്ലിനോടാണോ അതോ ബില്ലിനോട് സന്ദേശം കൊടുത്ത റോളൻഡ് അദ്ദേഹത്തോടാണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അത് ഇതിലുണ്ട്, ഈ പാസിറ്റ് ഓൺ എന്നുള്ള ബുക്കിലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ മദ്യപാനത്തിന്റെ രോഗികളെ ചികിത്സിക്കുന്ന ഒരാളാണ് ഡോക്ടർ സിൽക്വർ. അദ്ദേഹം ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗിക്ക് എല്ലാം മനസ്സിലായി എന്നുള്ളൊരവസ്ഥ എത്തും. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോവും, വീണ്ടും മദ്യപിക്കും. അപ്പൊ അന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് ഒന്നും ഇല്ല. അന്ന് ആൽക്കഹോളിക്സ് അനോണിമസോ ഇന്നിപ്പോ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന പോലെയുള്ള ഒരു സാഹചര്യമോ ഒരു സന്ദർഭമോ ഒന്നും അന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും മനസ്സിലൊരു പിക്ചർ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ സാഹചര്യത്തിലാണ് വീണ്ടും വീണ്ടും പോയി മദ്യപിക്കുന്നു. മദ്യപിക്കാതിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും മദ്യപിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് എനിക്ക് തോന്നുന്നു അത് റോളൻഡ് എച്ചിനെ തന്നെയാണ് പറയുന്നത്. അല്ല ആരോ ആവട്ടെ, ബില്ലോ അല്ലെങ്കിൽ ബില്ലിന് സന്ദേശം കൊടുത്ത എബി താച്ചറിനും മുമ്പിലുള്ള ആളാണ് റോളൻഡ് എച്ച് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പേരുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം, എന്റെ ഓർമ്മയുടെ പ്രശ്നമാണ്. ഞാൻ വായിച്ചു വന്നപ്പോ ഇത് തന്നെയാണ്. അപ്പൊ അവിടെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഒരു സ്റ്റേജില് സിൽക്വർത്ത് പറയുന്നുണ്ട്, അദ്ദേഹം നിസ്സഹായനായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സന്ദേശം അത് പറയാതെ പറയുന്നു. എന്നിട്ട് പറയുന്നു, നിനക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു സ്പിരിച്വൽ എവേക്കനിങ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു തിരിച്ചറിവ് സംഭവിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ ഇതിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ഒരു മോചനം നിനക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അതൊരു സ്പാർക്കാണെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അവിടുന്നാണ് ഇവര് ഈ എബി താച്ചർ ബില്ലിന് കൊടുക്കുന്ന സന്ദേശമാവട്ടെ, റോളൻഡ് എച്ച് എബി താച്ചറിന് കൊടുക്കുന്ന സന്ദേശമാവട്ടെ, ഇതെല്ലാം സംഭവിച്ചു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ കാണാൻ കഴിയുന്നത് ഒരു മാനുഷികമായിട്ടുള്ള
ഒരു 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 ശക്തിയല്ല. അത് ഒരു എന്ന് പറയുന്ന എന്നെക്കാളും വലിയൊരു ശക്തി. അതിനെന്തും വിളിക്കാം, ദൈവമെന്ന് വിളിക്കാം. ദൈവമെന്ന് വിളിക്കുന്നതായിരിക്കും എളുപ്പം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പറയുന്ന ദൈവം, ആ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇവർക്ക് ഈ മെസ്സേജ് കൊടുക്കാനും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇതൊരു തീർച്ചയായിട്ടും നമ്മൾ മദ്യപാനം നിർത്താനായിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിന് വരുന്നത്. ആദ്യം ഞാൻ അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. എനിക്ക് മദ്യപാനം മാത്രമായിരുന്നു എന്റെ പ്രശ്നം. എന്റെ സ്വഭാവ ദോഷങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മദ്യം നിർത്തണം. അപ്പൊ ഇതിൽ വരുന്നവരെല്ലാവരും അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷെ വന്നതിന് ശേഷമാണ് ആത്മീയതയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അത് വളരെ പ്രാധാന്യം കൂടിയതാണെങ്കിൽ പോലും അത് പിന്നീട് സംഭവിക്കേണ്ട ഒരു കാര്യമാണെന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയത്. അത് തന്നെയാണ് സിൽക്ക് വർത്തും ബിൽഡബ്ല്യൂയോട് പറയുന്നതും. സിൽക്ക് വർത്ത് ബിൽഡബ്ല്യൂയോട് പറയുന്നുണ്ട്. ബിൽഡബ്ല്യൂ കുറെ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ആളുകൾക്ക് ആൽക്കഹോളിസത്തെ കുറിച്ചും സ്പിരിച്വാലിറ്റിയെ കുറിച്ചും എല്ലാം കൂടി അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഉണർവുണ്ടാവുന്നു. ആ ഉണർവുണ്ടായതോടുകൂടി ഒരു വല്ലാത്ത ഒരു എക്സൈറ്റ്മെന്റ്, ഒരു വല്ലാത്തൊരു എന്താ പറയാ, ഒരു ഉഷാറില്, ഒരു ഉത്തേജകമായിട്ടുള്ള മാനസികാവസ്ഥയിൽ അദ്ദേഹം എല്ലാവരോടും, ഈ പ്രശ്നമുള്ള ആളുകളൊക്കെ ഒന്ന് സംസാരിച്ചു തുടങ്ങുന്നു. പക്ഷെ ആ സംസാരമൊന്നും വിജയിക്കാത്ത ഒരവസ്ഥയിൽ പോകുന്നുണ്ട്. ആരും മോചനത്തിന്റെ പാതയിലേക്ക് വരുന്നില്ല. ആ സമയത്താണ് സിൽക്ക് വർത്ത് ഇദ്ദേഹത്തോട് പറയുന്നു, നീ പച്ചയായിട്ടുള്ള നിന്റെ മദ്യപാന രോഗാവസ്ഥയെ കുറിച്ച് ആദ്യം സംസാരിക്കുക, അതിനുശേഷം മതി സ്പിരിച്വാലിറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് സത്യസന്ധത എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ സത്യസന്ധത എന്നുള്ളത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന സ്പിരിച്വാലിറ്റി. ഇവിടെയുള്ള ആത്മീയത എന്താണ്? അത് തന്നെയാണ്. ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന് പുറമേ ഉള്ള ആത്മീയതയും അകത്തുള്ള ആത്മീയതയും വ്യത്യസ്തമാണെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, അത് എന്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ പുറമേയുള്ള ആത്മീയത എന്ത് പറയുന്നു? മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. അതൊരു ആത്മീയതയാണ്. അത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്നത്. അതിന് വേറെ രീതിയിൽ പറയുന്നു, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാല്, ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു മദ്യാസക്തന് എന്നെ പോലുള്ള ഒരു മദ്യാസക്തന് അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഇത് തന്നെയാണ് സാധാരണ രീതിയിൽ മദ്യാസക്തനിൽ കാണാവുന്ന ഒരു പോരായ്മ, ഒരു ആത്മീയതയുടെ പോരായ്മ. അത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് അവിടെ സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുകയാണ്. കുടിക്കണം, എനിക്ക് കുടിക്കണം, അതിന് ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരു മാനസികാവസ്ഥയാണ്. കുടിക്കാതിരുന്നാൽ ഒരു മത്സ്യത്തെ പിടിച്ച് കരയിലിട്ട പോലുള്ള ഒരു അവസ്ഥ. അപ്പൊ അത് രോഗാവസ്ഥയാണെന്നുള്ള കാര്യം അറിയാതെയുള്ള ഒരു സമയമാണ്. ഇതാണ് എന്റെ പ്രശ്നം എന്നുള്ളത് അറിയാത്ത ഒരു സമയത്താണ്. മദ്യപിക്കണം. അപ്പൊ അവിടെ എവിടെയാണ് ആത്മീയതയെ കുറിച്ച് ചിന്തിക്കാനോ ആത്മീയതയെ കുറിച്ച് മനസ്സിലാക്കാനോ ഉള്ള ഒരു അവസരം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് സിൽക്ക് വർത്ത് അങ്ങനെ പറഞ്ഞു, രോഗാവസ്ഥയെ കുറിച്ച് ആദ്യം സംസാരിക്കണം. രോഗാവസ്ഥ എന്താണ്? മദ്യപിച്ച് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഓരോ വീഴ്ചകൾ, ഓരോ കഷ്ടപ്പാടുകൾ, എങ്ങനെയാണ് മദ്യപാനം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ബാധിച്ചത്, എങ്ങനെയാണ് അദ്ദേഹത്തെ കുടുംബത്തിലെ
കുടുംബം താറുമാറായത്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായിട്ടുള്ള, അദ്ദേഹത്തിന്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ ആ സത്യസന്ധതയോട് കൂടിയിട്ട് പറയേണ്ടതാണ് ഒരു സ്പിരിച്വാലിറ്റി. ആണെങ്കിൽ പോലും അതിനെ ആത്മീയതയെക്കുറിച്ച് വലിയൊരു ഒരു മുൻസ്ഥാനം കൊടുക്കാത്ത രീതിയിലാണ് സിൽക്കോർത്ത് പറഞ്ഞു കൊടുത്തത്. പക്ഷെ അത് വിജയിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ കുറെ ആളുകൾ അവരുടെ പ്രശ്നങ്ങളെ അവർ തന്നെ തിരിച്ചറിയാനും ഈ പ്രോഗ്രാമിലേക്ക് ഇഴുകിച്ചേരാനുമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായി എന്നാണ് പറയുന്നത് ആ പുസ്തകത്തിൽ. അങ്ങനെ തന്നെയാണ് ബില്ല് അവസാനം ഹെൻറിറ്റ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഇടപെടൽ കൊണ്ട് ഡോക്ടർ ബോബിനെ കണ്ടുമുട്ടാനും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും. അപ്പോൾ അവിടെയൊക്കെ ഒരു പറഞ്ഞു വെച്ച പോലെ ആണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിൽ അതുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് എല്ലാം ഒത്തുചേർന്ന് വന്ന് അവര് രണ്ടുപേർ കണ്ടുമുട്ടുകയും ഡോക്ടർ ബോബിന് അത്ര വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയ ശേഷം അവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ദൈർഘ്യം വളരെ കൂടുതലായിരുന്നു. അത്രയും നേരം സംസാരിക്കാനൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ഞാൻ സംസാരിക്കാം, കുറച്ചു നേരം സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്നൊക്കെ ആ ഒരു ഒരു മനസ്സോട് കൂടിയിട്ട് തന്നെയാണ് വില്ലിനെ കണ്ട് സംസാരിക്കുന്നത്. പക്ഷെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ സംസാരം മണിക്കൂറുകൾ നീണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി എന്നെ കുറിച്ചാണ് ഈ ആള് സംസാരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ആൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മളിപ്പോ നമ്മൾ പല വിശ്വാസങ്ങൾ, അമ്പലം, ദൈവം, ഇതിനെല്ലാം ആത്മീയതയായിട്ട് ഇന്ന് ആളുകൾ സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ ആത്മീയതയായിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു മധ്യാസക്തന്റെ ആത്മീയത എന്ന് പറയുന്നത് മോചനം കിട്ടാനായിട്ടുള്ള ഒരു ആത്മീയതയാണ്. അതിന് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയാണ് ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡഡ്നെസ്, വില്ലിങ്നെസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഹൗ പ്രോഗ്രാം നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് ഹൗ ഉണ്ട്. ഞാൻ വേറൊരാളോടല്ല സത്യസന്ധത പുലർത്തേണ്ടത്, എന്നോട് തന്നെയാണ് സത്യസന്ധത പുലർത്തേണ്ടത്. ഇതിനെ ഒരു സ്പിരിച്വൽ എവേക്കനിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെയാണ് ഇതിനെ കാണേണ്ടതെന്ന് തന്നെ. എന്നുവെച്ചാല് ഒരിക്കലും ഈ പറയുന്ന എന്നോട് തന്നെ സത്യസന്ധമായിരിക്കുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ മോചനത്തിന്റെ പാതയിൽ അല്ലാതെ ഉള്ള സമയം ചിന്തിക്കാൻ പോലും എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഞാൻ ആ സമയത്തൊക്കെ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മോചനത്തിന്റെ പാതയിൽ അല്ലാത്ത സമയത്ത് ഞാൻ സത്യസന്ധനാണെന്നാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഞാൻ സത്യസന്ധനാണ്, ഞാൻ അങ്ങനെ നുണ പറയാത്ത ആളാണ്, ഞാൻ നന്മയുടെ വശം ചിന്തിക്കുന്ന ആളാണ്, ഞാൻ സ്വാർത്ഥനല്ല, ഞാൻ എൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാനൊരു സംഭവമാണ് എന്ന് പറയാതെ പറയുന്ന രീതിയിൽ ഞാൻ തന്നെ എന്നെ കുറിച്ച് ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ആത്മീയതയുടെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഒരു ആത്മീയ ഉണർവിന്റെ കുറവാണ് എന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ മാത്രമേ മനസ്സിലായുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഞാനൊക്കെ ഭാഗ്യവാനാണ്. എന്നുവെച്ചാല് എനിക്ക് ഇതേപോലെ ഒരു പ്രോഗ്രാം റെഡി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. നേരെമറിച്ച് അവരുടെ കാര്യം അങ്ങനെയല്ല. ഈ ഒരു കൂട്ടായ്മ ഉരുത്തിരിഞ്ഞ് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ആളുകളുടെ കാര്യം ആണ് ഞാൻ പറയുന്നത്. അതത്ര എളുപ്പമല്ല.
അപ്പൊ അവിടെയാണ് അമാനുഷികമായിട്ടുള്ള എന്തെല്ലാമോ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ ഒരു മീറ്റിംഗ് റൂമിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പല പഴമക്കാരും പറയാറുണ്ട്. അത് ആത്മീയമാണെങ്കിൽ ആത്മീയമാണ്, അല്ലെങ്കിൽ ആത്മീയം അല്ലെങ്കിൽ ആത്മീയം, എങ്ങനെ വേണമെങ്കിൽ. പക്ഷെ അതൊരു സത്യമാണ്. അവിടെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയുന്നത് അതൊരു വിശ്വാസമാണ്. ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ രീതിയിലൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ, അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ, വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ എന്ന് പോലും ഞാൻ പറയുന്നില്ല, അതുവരെ ചിന്തിക്കാത്ത ഒരു പാറ്റേൺ, ആ പാറ്റേണിൽ നിന്ന് മാറി മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ സഹായിക്കുന്ന, എന്ത് വേണമെങ്കിൽ പറയാം, ഒരു ഒരു മഹാ എന്താ പറയാ ഒരു മഹത്തായ ഒരു പ്രോഗ്രാമാണ് അവർ കോളേജ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഈ പ്രോഗ്രാമിൽ വന്ന ശേഷം, തുടർച്ചയായി അതിലൂടെ സഞ്ചരിച്ച ശേഷം, പതിയെ പതിയെ ഓരോ വ്യക്തികൾക്കും ഓരോ ലെവലിൽ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ പ്രോഗ്രാം. അപ്പൊ ഇത് ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുക, മദ്യത്തിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ ഞാൻ എന്ന വ്യക്തിത്വത്തിന് ഈ പറയുന്ന ആത്മീയത, ഈ പറയുന്ന ആത്മീയതകളെ കുറിച്ചൊക്കെ തിരിച്ചറിയാൻ സാധിക്കും, ചിന്തിക്കാൻ സാധിക്കും, എന്നിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് അത്യാവശ്യമായിട്ട് വേണ്ടതായിട്ടുള്ള ചില ഗുണങ്ങൾ എന്നിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് എന്റെ കഴിവല്ല, ഇത് എന്റെ കഴിവല്ല, ഇത് എനിക്ക് നേടിയെടുത്തിട്ടുള്ള ഒരു കഴിവാണ്. ഞാൻ ഈ പ്രോഗ്രാം എന്നിൽ നടപ്പിലാക്കപ്പെട്ടത് കൊണ്ട് എന്നിൽ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ നേടിയെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ആത്മീയതയെ കുറിച്ചൊക്കെ ഞാനൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഞാനൊരു ഓർക്കുന്നത്, ഒരു ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കുട്ടിയുടെ ബർത്ത്ഡേ സമയത്ത് ഞാൻ അവിടെ ശരിക്കും ക്ഷണിക്കപ്പെടാത്ത ഒരാളായിരുന്നു. പക്ഷെ മദ്യം അവിടെ കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ പോയിട്ട് 2 മദ്യപിച്ച ശേഷം ഞാൻ കയറി സംസാരിക്കാൻ തുടങ്ങി. മദ്യപിച്ചത് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ധാരണയാണ് എനിക്ക്. അറിയില്ല, അത് എന്തോ ആവട്ടെ. അപ്പൊ ഞാൻ ആത്മീയതയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രാധാന്യം, ജീവിതം ജീവിക്കാനുള്ളതാണ്, ഇങ്ങനെയുള്ള രീതിയിൽ. അന്ന് മദ്യപിച്ച ആ ഒരു ഇതില് സംസാരിച്ചപ്പോൾ ഒരു ഡോക്ടർ എന്നോട് വന്ന് ചോദിച്ചു, ചേട്ടാ നീ ആത്മീയതയെ കുറിച്ച്, അല്ലെ മൂപ്പർക്ക് എന്റെ മദ്യപാനത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം, ചേട്ടാ നീ ആത്മീയതയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് എന്നോട് ചോദിച്ചു. അതെനിക്ക് ഈ സമയത്ത് ഓർമ്മ വരികയാണ്. ശരിയാണ്, ഒരിക്കലും ഒരു ആത്മീയതയെ കുറിച്ച് അതിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്ത ആളാണ് ഞാൻ. പക്ഷെ ആത്മീയതയുടെ പോരായ്മ, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ തുടർച്ചയായിട്ടുള്ള മദ്യപാനത്തിൽ അകപ്പെട്ട് പെട്ടുപോയ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോ അങ്ങനെ അതെങ്ങനെ തുടർന്നു പോകുമ്പോഴാണ് എല്ലാവർക്കും, ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്നത് പോലെ എനിക്ക് സംഭവിച്ചു. തുടർന്ന് പോവാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. തുടർന്ന് പോവാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലെത്തി. ഒരു വല്ലാത്തൊരു പിരിമുറുക്കത്തില് എത്തിപ്പെട്ടു ജീവിതം. അപ്പൊ ഇന്ന് അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പോരായ്മകൾ ഉള്ളത് കൊണ്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അത്.
ഇന്നിപ്പോ അതിനെ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ സഹായത്തോടു കൂടി നോക്കുമ്പോൾ എത്ര എളുപ്പമായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഒരു വലിയ ജീവൻ മരണ പോരാട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് എനിക്ക് ഈ പ്രോഗ്രാം പറയുന്നത് കീപ് ഇറ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അത് കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ആ മനസ്സിലാക്കൽ മതി എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്. പോരെങ്കിൽ ഇപ്പോ എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ തന്നെ എനിക്ക് ഈ കുടിക്കാതിരിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നത് പോലെ നമ്മുടെ ഡെയിലി റിഫ്ലക്ഷൻ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും ചെയ്യാത്ത ചില കാര്യങ്ങൾ ഡെയിലി റിഫ്ലക്ഷനിൽ പറയുന്നുണ്ട്. ഞാൻ പുതിയതായിട്ട് ഒരു കാര്യം എന്താണ്, മറ്റുള്ളവരെ ഫോർഗീവ് ചെയ്യാൻ, അതായത് അവരെ ക്ഷമിക്കാൻ, ഏത് സിറ്റുവേഷനിലും അവരെ ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാ? മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, എന്റെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ രീതിയിലുള്ള സ്പിരിച്വാലിറ്റിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ടോളറേറ്റ് ചെയ്യുക. അവിടെയാണ് നമ്മുടെ പാരമ്പര്യം, ഒന്നാം പാരമ്പര്യം. ഇതിലുള്ള ഈ കൂട്ടായ്മയിലുള്ള ഐക്യമാണ് എന്റെ മോചനം. ഇതൊരു വളരെ വളരെ അന്തസ്സത്തായിട്ടുള്ള ഒരു അതായത് അവിടെ ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും അഹങ്കാരമുള്ള ആളാണ്. അതൊരു തിരിച്ചറിവാണ്. ഒരിക്കലും ഞാൻ ഓപ്പണായിട്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് അല്ലാതെ വേറൊരു സ്ഥലത്ത് സമ്മതിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ അഹങ്കാരിയാണെന്നുള്ളത്. എന്നുവെച്ചാൽ എനിക്കെപ്പോഴും എൻ്റെ ഒരു നല്ലൊരു പിക്ചർ മാത്രമേ എനിക്ക് ഈ ലോകത്തോട് തുറന്നു വെക്കാൻ താല്പര്യമുള്ളൂ. ഞാനൊരു വളരെ നല്ല ആളാണ്. ഞാനൊരു വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇങ്ങനെ ഈ രീതിയിലുള്ള മൊത്തത്തിൽ ഞാനൊരു നല്ല പേഴ്സണാലിറ്റിയാണ്, ഒരു സുഖമായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ആ ഒരു മുഖമാണ് എനിക്ക് ഈ ലോകത്തിനോട് കാണിക്കാൻ താല്പര്യം. ആണെങ്കിൽ പോലും ഞാനൊരു അഹങ്കാരിയാണെന്നുള്ളൊരു കാര്യം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് തിരിച്ചറിയാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് ഒരുപാട് പൊട്ടിത്തെറികളും ഞാൻ ഇതേപോലെയുള്ള ഒരു കാഴ്ച ഈ ലോകത്തിനെ കാണിക്കാൻ ശ്രമിച്ചെങ്കിലും പൊട്ടിത്തെറികളും കലഹങ്ങളും ഒരുപാട് കുടുംബത്തിൽ ഒരുപാട് മോശപ്പെട്ട സന്ദർഭങ്ങളും ജോലിയിൽ പ്രശ്നങ്ങളും ധിക്കാരത്തോടു കൂടിയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ഈ വ്യത്യാസം മനസ്സിലാക്കി എന്ന് പറയുന്ന അതാണ്. ആ ഒരു പ്രശ്നം എനിക്കിപ്പോ ഇല്ല, അല്ലെങ്കിൽ അത്രയും കാഠിന്യം ഇപ്പൊ ഇല്ല എന്ന് പറയാം. അപ്പൊ ഞാൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്റെ ജീവിതത്തെ കുറിച്ച്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആൽക്കഹോളിക്സ് അനോണിമസും അതിലെ അംഗങ്ങളും എന്നെ നേരെയാക്കുന്നില്ല, എനിക്ക് കാണിച്ചു തരുന്നു, വഴികൾ കാണിച്ചു തരുന്നു. അതെടുത്ത് ഞാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഞാൻ അതിൽ കുറെ കാര്യങ്ങൾ തിരിച്ചറിയുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇവിടെ കഴിവ്, ബുദ്ധി, ഇന്റലക്ട്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് തലകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം അല്ല, മനസ്സുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, ഇതുകൊണ്ടായിരിക്കും അത് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പല തിരിച്ചറിവുകളും ഉണ്ടാകണമെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ആത്മീയത നമ്മളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ മദ്യാസക്തിക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആത്മീയതയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. ഇപ്പോ ഞാന് ബുദ്ധന്റെ ആത്മീയതയെ കുറിച്ചൊക്കെ അടുത്ത കാലത്ത് വായിക്കുന്നുണ്ടായി. അത് വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ആ ബുദ്ധമതത്തിൽ പറയുന്ന ആത്മീയതയും അവര് ആത്മീയത എന്ന് പോലും പറയുന്നില്ല, ബുദ്ധമതത്തിന്റെ സന്ദേശം എന്നാണ് പറയുന്നത്. അതും ആൽക്കഹോളിക്സ് അനോണിമസിലെ സന്ദേശവും വലിയ വ്യത്യാസമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ആണെങ്കിൽ പോലും
ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക, ഇതിൻ്റെതായിട്ടുള്ള മദ്യാസക്തിക്ക് വേണ്ടിയിട്ടുള്ള ആത്മീയത എന്നുള്ളൊരു കളർ ഇതിലുണ്ട്. ആ ഒരു വ്യത്യാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വ്യത്യാസം ഇതിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് വെച്ചാല്, ചില സമയത്ത് എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു പോയേ. അതാണ് കുറെ ആളുകൾ അങ്ങനെ പറ്റിയിട്ടുണ്ട്. കുറെ ആളുകൾ കുറച്ചു കാലം ആൽക്കഹോളിക്സ് അനോണിമസിൽ വരും, കുടിക്കാതൊക്കെ ഇരിക്കും, ഈ പ്രോഗ്രാമിനെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറെ വല്ല ഇതേപോലുള്ള പ്രസ്ഥാനങ്ങൾ, ഇതേപോലെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കില്ല, സ്പിരിച്വൽ പ്രോഗ്രാംസ് ഒരുപാട് നമുക്ക് പുറത്തുണ്ട്. അതിലേക്ക് പോയി ഇവിടെ വരാതാവുമ്പോ അവിടെ പുറമേയുള്ള സ്പിരിച്വൽ പ്രോഗ്രാംസിൽ പോയെങ്കിൽ പോലും റിലാക്സ് ആയി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരുപാട് ആളുകളെ, മരണം വരെ സംഭവിച്ചിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു. ഇതിനെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ ആത്മീയതയ്ക്ക് ഒരു കളറുണ്ട്. മദ്യപാനത്തിന്റെ പ്രശ്നങ്ങളുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും, മദ്യപിക്കാതെ ജീവിതം മുന്നോട്ട് സന്തോഷകരമായിട്ടും തൃപ്തിയോടെയും സമാധാനത്തോടെയും കൊണ്ടുപോകാനായിട്ട് വേണ്ടിയുള്ള ഒരു കളർ. അപ്പൊ അവിടെ ഞാൻ മനസ്സിലാക്കിയത്, മറ്റുള്ള ഈ സ്പിരിച്വൽ പ്രോഗ്രാമിന് പോകുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് പാടില്ലാണെന്നോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ 1 day at a time പ്രോഗ്രാം, അതിനെ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട്, അതിൽ ഒരു ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട്, അതിൽ നിന്നുകൊണ്ട് വേറെ ഏത് സ്പിരിച്വൽ പ്രോഗ്രാമിന് വേണമെങ്കിലും പോവാലോ. എനിക്ക് തോന്നുന്നു എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 2 പ്രോഗ്രാം, ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ സ്പിരിച്വാലിറ്റി മറ്റുള്ള പ്രോഗ്രാമിലുള്ള സ്പിരിച്വാലിറ്റിയെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ സഹായിക്കും എന്നുകൂടെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഞാനത് ശരിയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നു. എന്നുവെച്ചാല് എന്നെ പോലുള്ള ഒരു മദ്യാസക്തൻ കുറെ കാര്യങ്ങൾ അറിയാതെ അറിഞ്ഞെന്ന് നടിക്കും. മറ്റുള്ളവരോട് ഒരുപാട് ലിപ് സർവീസ്, അതിലൊക്കെ വളരെ, ഇന്നിപ്പോ ജനങ്ങള് എന്തെങ്കിലും ഏത് രീതിയിലാണ് ആരുടെയെങ്കിലും ഒരു സംസാരത്തിൽ ആകർഷിക്കപ്പെട്ട് അവര് തെറ്റിദ്ധാരണകളിൽ പോയി, ഒരുപാട് തെറ്റിദ്ധാരണകളിൽ പോയി നമുക്ക് ദൈനംദിന ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ സംഭവിക്കുന്നു. അത് ഈ ലോകത്ത് പലതും നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതുപോലെയൊക്കെ ചെയ്യാൻ ഒരു സാധ്യതയുള്ള കഴിവ്, അങ്ങനെയുള്ള കഴിവ് സാധ്യതയുള്ള ആൾ തന്നെ ആയിരുന്നു ഞാൻ എന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഞാൻ പല സ്ഥലങ്ങളിലും എന്റെ സംസാരം കേട്ട് ഒരുപാട് പേര്, അത് അവരുടെ പോരായ്മ കൊണ്ടായിരിക്കാം, അല്ലാതെ എന്റെ സംസാരം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പ്രാപ്തനായിരുന്നു ഞാൻ, ഒരു മദ്യാസക്തനായതുകൊണ്ട് തന്നെ. അവിടെയാണ് സറണ്ടർ എന്നുള്ളൊരു വാക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് മുൻവിധികളെല്ലാം എടുത്തു മാറ്റി വെക്കാൻ പറഞ്ഞു. പറയാൻ എളുപ്പമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ മുൻവിധികള്, നമ്മളിപ്പോ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു പുതിയ ആളോട് സംസാരിക്കുമ്പോൾ അത് തന്നെയാണ് പ്രശ്നം. മുൻവിധികൾ എനിക്ക് അറിഞ്ഞതാണോ അറിയാത്തതാണോ, അതിന് എവിടെയെങ്കിലും ക്രോസ് ചെക്ക് ചെയ്ത് അതിൽ തെറ്റിദ്ധാരണയുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലുമില്ല. എന്നിട്ട് അടിച്ചു വിടുന്നുണ്ട്. അപ്പൊ അത് ഒരുപാട് ആളുകളിൽ കാണുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം ഈ പ്രോഗ്രാമാണ് കാണിച്ചത്. അത് തീർച്ചയായിട്ടും അത് ആത്മീയതയിലൂടെ മാത്രമേ സാധിക്കൂ. അതന്നെയാണ് അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലവ്, ടോളറൻസ്, സ്നേഹം, സഹനശക്തി, ഇതൊക്കെ വലിയ വലിയ വാക്കുകളാണ്. ഇതൊക്കെ
ഈ വാക്കുകളൊക്കെ മനസ്സിലാക്കാൻ ചിലപ്പോ ഉം, ഒരുപാട് യുഗങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് ജന്മങ്ങൾ വേണ്ടി വരുന്നത് തന്നെയാണ് ഞാനും. പക്ഷെ അതെന്തൊക്കെയാണെങ്കിലും ദൈനംദിനമായിട്ട് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. അതെടുത്ത് പ്രയോഗിക്കാൻ സാധിച്ചാൽ മതി. അതന്നെ വലിയ കാര്യമാണ്. ഇപ്പൊ ദൈനംദിനമായിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു അവസ്ഥ നമ്മളുടെ മീറ്റിങ്ങുകളിലൂടെ, നമ്മളുടെ ഷെയറിങ്ങുകളിലൂടെ, മറ്റുള്ളവരുടെ ഷെയറിങ്ങുകളിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പരസ്പരം ആ, തിരിച്ചറിയാനും ഒക്കെ സാധിക്കുന്നത് തന്നെ മതി. അതിൽ നിന്നും ഉണ്ടായ ഒരു തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇത് അത്രയും ഡെപ്തുള്ള ഒരു സംഭവമാണത് എന്ന് ഏഹ്, എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ ഈ വിഷയം അത്രയും വലിയൊരു വിഷയമാണ്. അല്ലാതെ എന്ത് വാക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ ഇപ്പൊ മനസ്സിലാവാൻ എനിക്ക് പറയാൻ അറിയുന്നില്ല. വലിയൊരു സംഭവമാണ്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ, അതിൽ താല്പര്യവും അതിലേക്കുള്ള ശ്രദ്ധയും ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അതനുസരിച്ചിട്ടാണ് അത് തിരിച്ചിങ്ങോട്ട് അത് എനിക്ക് കിട്ടുന്നത്. ഇവിടുന്ന് ഈ ഈ ഉം, നമ്മളുടെ മീറ്റിംഗ് പ്ലേസസിൽ നിന്നും, നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥമായ ബിഗ് ബുക്കിൽ നിന്നും, അല്ലെങ്കിൽ മറ്റു സാഹിത്യങ്ങളിൽ നിന്നും എല്ലാം കിട്ടുന്ന ഒരു ആത്മീയതയുടെ ഒരു തിരിച്ചറിവിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ സിൽക്ക് വർത്ത് അന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ മനസ്സിലാവുന്നത് രോഗത്തെ മനസ്സിലാക്കിയാൽ ആത്മീയത അതിന്റെ പിന്നാലെ വരും എന്ന് തന്നെയാണ്. രോഗത്തെ മനസ്സിലാക്കുന്നതിന് ഒരു ആത്മീയതയുടെ ആവശ്യമുള്ള കാര്യം പോലും ആ മനസ്സിലാക്കുന്ന സമയത്ത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും പിന്നെ ഈ പ്രോഗ്രാമിൽ തുടർച്ചയായി ദൈനംദിനമായിട്ട് വൺ ഡേ അറ്റ് എ ടൈം ആയിട്ട് മുൻപോട്ട് പോകുമ്പോൾ പതുക്കെ 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 അവനവന് ആവശ്യമായിട്ടുള്ള ദൈവം കൽപ്പിച്ചിട്ടുള്ള ആ ഒരു ആത്മീയത പതുക്കെ പതിയെ അത് നമ്മളിൽ സംഭവിക്കും എന്ന് തന്നെയാണ്. സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഓരോ ദിവസമായിട്ട് മധ്യത്തിൽ നിന്നും മാറി നിൽക്കുന്നു. അപ്പൊ ഇതിലിപ്പോ നേരത്തെ പറഞ്ഞ സഹനശക്തി അല്ലെങ്കിൽ മറ്റുള്ളവരെ ക്ഷമിക്കാനായിട്ടുള്ള ഒരു മനോഭാവം വളരെ അത്യാവശ്യമാണ്. അത് ഉണ്ടാവണമെങ്കിൽ ഇതേപോലുള്ള ഒരു ഉണർവ് ഉണ്ടാവുക തന്നെ വേണം. പ്രത്യേകിച്ച് ഒരു അത്യാസക്തൻ അഹങ്കാരത്തിൽ ഊറിക്കിടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടും. ഞാനൊക്കെ അഹങ്കാരത്തിൽ ഊറിക്കിടന്ന ഒരാളാണ്, അറിയാതെ, എനിക്കറിയാതെ. അതേപോലെ സെൽഫിഷ്നെസ്, ഇതിലൊക്കെ ഊറിക്കിടന്ന ഒരാളാണ് എനിക്ക്. പക്ഷെ അതിന്റെ ഒരു തിരിച്ചറിവുണ്ടായില്ല. അപ്പൊ അത് തിരിച്ചറിവോടുകൂടി സംഭവിക്കുമ്പോൾ ഇത് രണ്ടും കൂടി കണക്റ്റഡ് ആണ്. ഇതിൽ നിന്നും മാറി നിൽക്കണം, അതൊന്ന്. അതിന്റെ കൂടെ തന്നെ ഈ പുരോഗതി, ഈ ആത്മീയ പുരോഗതി എന്നിലുണ്ടാവണം. അപ്പോഴാണ് പറയുന്നത് എനിക്ക് മറ്റുള്ളവരെ ക്ഷമിച്ചേ പറ്റൂ. അത് വെറും വാക്കുകൾ കൊണ്ടല്ല, ഡെയിലി റിഫ്ലക്ഷനിൽ പറയുന്ന വാക്കുകളാണ്. ഇത് വെറും വാക്കുകൾ കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടല്ല. എന്റെ ഹൃദയത്തിൽ നിന്നും അത് സംഭവിക്കണം എന്ന് പറയുന്നു. പിന്നെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അതായത് പീപ്പിൾ പ്ലീസിങ് എന്ന് പറയും. അതായത് വേറെ ഒരാൾ, ഞാനല്ലാതെ വേറൊരാളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ല ഇത് ചെയ്യുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ദേഷ്യം, പക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും
ദുഃഖങ്ങൾ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർ ജീവിതത്തിൽ അനുഭവിക്കട്ടെ, കഷ്ടപ്പാടുകൾ അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഇത് എല്ലാം എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുകയാണെന്നുള്ള കാര്യം ഞാൻ ഈ പ്രോഗ്രാം ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇതെല്ലാം അഹങ്കാരവുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് ഇവിടെ തന്നെയാണ് അഹങ്കാരം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് എനിക്ക് എന്തോ ഒരു 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 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യത്തെ കുറിച്ച് കരയിലിട്ട ഒരു അവസ്ഥയാണ്. എന്താണെന്ന് അറിയുന്നില്ല. അത് പോയിട്ട് അതിനെ തിരിച്ചു പിടിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട ഒരവസ്ഥ, ഏകദേശം അതുപോലൊരു അവസ്ഥയിലേക്ക് ഈ പ്രോഗ്രാമിലൂടെ മദ്യപിക്കാതെ ഈ പറയുന്ന ആത്മീയതയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സംഭവിച്ച ഒരു തിരിച്ചറിവിന്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നുണ്ട്, ഇതില് നമ്മളുടെ 10-ാം പടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 10-ാം പടിയിൽ സംഭവിക്കുന്നത് എന്താണ്? 10-ാം പടിയിൽ മാത്രമല്ല ആത്മീയതയുള്ളത്, എല്ലാ വഴികളിലും ആത്മീയതയുണ്ട്. 10-ാം പടിയിൽ പറയുന്നത് പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവവുമായി സമ്പർക്കം ദൃഢമാക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ദൈവഹിതം എന്തെന്ന് അറിയുകയും അത് നടത്തി കിട്ടുവാൻ വേണ്ടി ശക്തി തരുവാനും മാത്രം പ്രാർത്ഥിക്കുന്നു. ഇതൊരു വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഞാൻ സ്വാർത്ഥത ഇല്ലാതെ ഒരാളാവാൻ വേണ്ടിയിട്ടുള്ള 11th step. ഇത് 11-ാം പടിയാണ്. അതെ, സോറി, 10-ാം പടി എന്ന് പറഞ്ഞു അല്ലെ. 11-ാം പടിയില് ഇത് ഡയറക്റ്റ് ആയിട്ട് എന്റെ സ്വാർത്ഥതയെ പരിഹരിക്കാൻ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയും ധ്യാനവും ഈ മറ്റുള്ള പടികൾ ചെയ്ത് കിട്ടിയിട്ടുള്ള ആത്മീയ പ്രചോദനത്തിന്റെ ബേസിസിലാണ് ചെയ്യുന്നത്. എന്നിവയിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിനെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം എന്ന് പറഞ്ഞു തന്ന ഈ ആൽക്കഹോളിക്സ് അനോണിമസിന് ഞാൻ എന്നും നന്ദിയുള്ളവനാണ്. എന്ന് വെച്ചാല് ഒരേ കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് ദൈവത്തെ കുറിച്ചിട്ടുള്ള ഒരു ഇതില്. ഈ ഒരു കാര്യം കേട്ട പിന്നെ എന്റെ കൺഫ്യൂഷൻ കംപ്ലീറ്റ് പോയി. വളരെ സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് ഞാൻ ഒരുപാട് ഈ കൂട്ടായ്മയിലുള്ള ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോൾ ഇതേ അഭിപ്രായം തന്നെയാണ് ഞാനും കേട്ടിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് എന്നെ പോലുള്ള ഒരു കള്ളുകൂടിയന്, എന്നെ പോലെ ഒരു വിഡ്ഢിയായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അറിയാതെ അറിഞ്ഞ പോലെ സംസാരിക്കുന്ന ഒരു മദ്യാസക്തന് വളരെ എളുപ്പത്തിൽ ദൈവം എന്നുള്ള ഒരു ആശയത്തെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു, അംഗീകരിക്കാൻ സാധിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവണം. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ബിൽ ഡബ്ല്യുവിനും അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തിൽ ഒരു ദിവസം ഒരു ഉണർവുണ്ടായി അദ്ദേഹത്തിന്. അതെന്താണെന്ന് വളരെ വ്യക്തമായിട്ടൊന്നും അദ്ദേഹത്തിനും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, എന്തോ ഒരു മാറ്റം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ആദ്യം പറയുന്നത്. ദൈവം എബി താച്ചറെ കണ്ട ശേഷം മദ്യപാനത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റാതെ വീണ്ടും മദ്യപിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്യപിക്കാതിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വീണ്ടും മദ്യപിക്കുന്ന ഒരവസ്ഥ. കൂടെ ടൗൺസ് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവും. കുടുംബത്തിലെ സ്ഥിതിഗതികൾ വളരെ മോശമാവും. ഭാര്യ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഭാര്യ ജോലി വേണ്ടെന്ന് വെച്ച് വീണ്ടും ജോലിക്ക് പോകും. സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു ആത്മീയ ഉണർവ് അനുഭവിക്കുന്നു. അപ്പോൾ അത് ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അതായത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്താണ് പ്രാർത്ഥന എന്നുള്ളത്?
എനിക്കിപ്പോ ആരെയും പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള മിക്ക അംഗങ്ങൾക്കും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ്. അല്ല എനിക്ക് മാത്രം കിട്ടുന്നതെന്നല്ല ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് പേര് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു 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 ഉൾവിളി അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിലൊരു ഷ്യൂറിറ്റി ഉണ്ട് എന്ന് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റും. അവനവന് തോന്നുന്നത് തന്നെയാണ് കാര്യം. നേരത്തെയും അവനവന് തോന്നിക്കൊണ്ടിരുന്നു, ഇന്നും അവനവന് തോന്നുന്നു. അപ്പൊ ഇതെന്താണ്? ഒരു സഹായത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി തോന്നുന്നു. നേരത്തെ സഹായത്തെ നിഷേധിച്ച ആൾക്കാരാണ്. ഞാനൊക്കെ സഹായത്തെ നിഷേധിച്ചാണ്. ഇന്ന് ഒരു സഹായത്തോടു കൂടി ആ സഹായത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ അത് പറയുന്നത് പ്രകാരം ചെയ്യാൻ താല്പര്യമുണ്ടാവുകയും ആ താല്പര്യത്തെ നടപ്പിലാക്കുന്നത് കൊണ്ട് എനിക്ക് ഇന്നെനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കി എന്നുള്ള പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യസ്തതയിലുള്ള സംതൃപ്തി എനിക്ക് നേടുന്നുണ്ട്. അത് തന്നെയാണ് സ്പിരിച്വൽ പ്രോഗ്രസ്. അല്ലെങ്കിൽ ഒരു ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് ഒരു വളരുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് തന്നെ. അപ്പൊ ഇത്രയും മാറ്റങ്ങൾ എന്നിൽ സംഭവിക്കുന്നു ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ഈ പ്രോഗ്രാമിൽ നിന്നു കൊടുക്കുന്നു. ഞാൻ എല്ലാ ഷെയറിങ്ങിനും അത് പറയാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോഴും പറയുന്നു, ഇനിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രോഗ്രാമിൽ നിന്നു കൊടുക്കുകയാണ്. ഞാൻ പ്രോഗ്രാം ഒന്നും ഞാൻ ചെയ്യുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരാളൊന്നും അല്ല ഞാൻ. പ്രോഗ്രാം എന്നെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ രീതിയിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ആ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നത്. എന്റെ മദ്യപാനത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നുണ്ട്. അത് സംഭവിക്കുമ്പോൾ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ കുടുംബം, ഞാനിത് ഇതായിട്ട് പറയുകയില്ല, എത്രയോ സമാധാനമായിട്ടാണ് ഇന്ന് കുടുംബത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കും. പെർഫെക്ഷൻ അല്ല, പ്രോഗ്രസ് ആണ് നമ്മുടെ പ്രോഗ്രാം പറയുന്നത്. പെർഫെക്ഷൻ അല്ല, പ്രോഗ്രസ് ആണ്. അതായത് ഒരിക്കലും പെർഫെക്റ്റ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണെന്നാണ് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അതിനെ വേറൊരു രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ പെർഫെക്ഷന് വേണ്ടി നമ്മൾ ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പ്രോഗ്രസ് ചെയ്യാം. അത് തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കൽ, ഈ പടികളെ കുറിച്ച് മനസ്സിലാക്കൽ, ഇതിൽ പറയുന്ന ഈ ആത്മീയതയെ കുറിച്ച് ഉള്ള മനസ്സിലാക്കൽ, തീർച്ചയായിട്ടും അത് വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അതെനിക്ക് ഒരു കൺവിക്ഷൻ അതിൽ സംഭവിക്കുന്നു. അത് തന്നെയാണ് ആത്മീയ പുരോഗതി. അപ്പൊ ഇവിടെ പ്രാർത്ഥനയും ധ്യാനവും ആണ് ദൈവവുമായുള്ള നമ്മുടെ സചേതനമായ ബന്ധത്തിന്റെ പരമോന്നത മാർഗം. പറയുന്നത് വളരെ ശരിയാണ്. ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ, അത് വളരെ പ്രൈവറ്റ് ആണ്. അത് ആ ഒരു മാർഗത്തെ ഞാൻ തിരിച്ചറിയുന്നത് വളരെ പ്രൈവറ്റ് ആണ്. ഇത് ഇതേപോലെ വാക്കുകളിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ പറയുക എന്നുള്ളത് വെറും ഒരു പ്രക്രിയ മാത്രമാണ്. അത് സംഭവിച്ചതിനെ ശരിയായ രീതിയിൽ അതിൻ്റെതായിട്ടുള്ള ഫുൾ ഇതില് പറയാൻ പറ്റുന്ന എനിക്ക് വിശ്വാസമില്ല. അത് എന്താണ് സംഭവിക്കുന്നത്, ഒരു ആത്മീയ പ്രചോദനം ഉണ്ടാവുമ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് വളരെ ഫുൾ പ്രൂഫായിട്ട് പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് വെച്ചാൽ ആ അനുഭവം അതുപോലുള്ള ഒരു അനുഭവമാണ്. അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ പ്രോഗ്രാമിൽ നിൽക്കുന്നത്. ഈ പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് തുടർച്ചയായി വരുന്ന ആളുകളുടെ ആ ഒരു രീതി കണ്ടാൽ തന്നെ ആ ഒരു ആത്മീയ വളർച്ചയെ ഫീൽ ചെയ്യാൻ സാധിക്കും.
കാണാൻ സാധിക്കും എന്നുള്ള വാക്ക് പോലും ഞാൻ ഉപയോഗിക്കില്ല. ഫീൽ ചെയ്യാൻ സാധിക്കും, അത് അനുഭവിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു മഹത്വം. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ വളരെ 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 അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും ഒരു ആത്മീയത തന്നെയാണ്. ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാല് അവിടെ അഹങ്കാരത്തിന് ഡീൽ ചെയ്യേണ്ടി വരും. അഹങ്കാരത്തിനെ നന്നായി ഡീൽ ചെയ്യേണ്ടി വരും. ക്ഷമയിനെ ഡീൽ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ക്ഷമയിനെ ഡീൽ ചെയ്യേണ്ടി വരും. പരിശ്രമത്തിനെ ഡീൽ ചെയ്യേണ്ടി വരും. ആഗ്രഹത്തെ ഡീൽ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ആത്മീയമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ തുടർച്ചയായി ചിന്തിക്കുകയും ഈ രീതിയിൽ തുടർച്ചയായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ ആ പ്രോഗ്രാം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോഗ്രാം എന്നിൽ ചെയ്യിക്കപ്പെടുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അത് സംഭവിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാനത് സംഭവിക്കുന്നു എന്ന് പറയാൻ കാരണം ഞാൻ 20 കൊല്ലമായിട്ട് മദ്യപിച്ചിട്ടില്ല. അതിന്റെ ബോട്ടം ലൈൻ അത് തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എൻ്റെ ആത്മാവ് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തോ അതുപോലെയൊക്കെ ഉള്ള എന്തോ ആ ഒരു ലെവലിൽ ഒരു സമാധാനവും ഒരു സംതൃപ്തിയും ഒരു സന്തോഷവും ഒക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാതെ ആരാണുണ്ട്? എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. അതൊക്കെ ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ അത് മാഞ്ഞു പോകുന്നുണ്ട്. പല കാര്യങ്ങളും മാഞ്ഞു പോകുന്നുണ്ട്. അല്ല, ഇനി അത് പോയില്ലെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെ പല രീതിയിലും അതിനെ എടുക്കാൻ ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. അതിന് പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാവണം എന്നുള്ള പിടിവാശിയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നും എല്ലാം എത്തിച്ചേരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഞാനൊരു നന്ദിയുള്ളവനായിട്ട് മാറുന്നുണ്ട്. അത് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു നന്ദിയില്ലാത്ത ആളാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. അന്ന് ഞാൻ കുടിക്കുന്ന സമയത്ത് ഒരിക്കലും നന്ദിയുള്ള ആളായിരുന്നില്ല. എൻ്റെ ജോലിയോട് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. എൻ്റെ ജോലി എനിക്ക് എൻ്റെ ശാപ്പാടിനുള്ള എൻ്റെ ശമ്പളം കിട്ടുന്ന എൻ്റെ സ്ഥാപനത്തിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു നന്ദി വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇന്ന് ഞാൻ ആ നന്ദി വിശ്വാസം കാണിക്കാൻ ശ്രമിക്കുന്നു. ഞാനിപ്പോ ജോലിയിലൊന്നും ഇല്ല. ജോലി സമയത്ത് ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. ഒരുപാട് കള്ളത്തരങ്ങളും അതിൽ ആ ജോലിയിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് ഷോർട്ട് കട്ട്സും ഒരുപാട് ഫോൾസ് റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറയും. അതായത് പോവാതെ പോയി എന്ന് പറഞ്ഞ് എഴുതുക, അങ്ങനെയുള്ള പല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തെണ്ടിത്തരങ്ങൾ ചെയ്തിട്ടൊക്കെ ജീവിതം കൊണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പറയുന്ന എന്നേക്കാൾ വലിയൊരു ശക്തി അല്ലാതെ വേറെ ആർക്കും അത് സാധിക്കും. എന്നെയൊക്കെ ഒരു 1000 പ്രാവശ്യം ഡിസ്മിസ് ചെയ്യാമായിരുന്നു. എന്റെ ജോലിയിൽ നിന്ന് ഒരു 1000 പ്രാവശ്യം ഡിസ്മിസ് ചെയ്യാമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്നിട്ടും അത് സംഭവിക്കേണ്ട ഒരു ഘട്ടത്തിലെത്തി. അതുകൊണ്ടാണ് ഇത് വളരുന്നൊരു രോഗമാണെന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിലൊക്കെ എത്തി. പക്ഷെ അതൊന്നും അപ്പോഴേക്കും വേറെ എന്തൊക്കെയോ സംഭവിച്ചു. വികാസങ്ങൾ പലതും മാറി മറിഞ്ഞു. ഞാൻ ആൾക്കഹോളിക്സ് അനോണിമസിലെത്തി. ഇന്നിപ്പോ നിങ്ങളോടെ ഈ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എനിക്കറിയാവുന്ന ആത്മീയതയെ കുറിച്ചൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ സംസാരത്തിലൂടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇന്നത്തെ ഒരു ദിവസം ഈ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന പ്രോഗ്രാം പ്രവർത്തിച്ചു എന്നിൽ പ്രവർത്തിക്കപ്പെട്ടു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക്
ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എടുത്തു പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തന്നാൽ വളരെ സന്തോഷമേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. രാമേട്ടനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും, എന്നെ ശ്രമിച്ച നിങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.